സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. പരിശുദ്ധാത്മാവാകുള്ള സഭയിൽ എന്ന തിരുവചനങ്ങളിലൂടെ നമ്മളെ പ്രാർത്ഥനയുടെ ആരംഭത്തോട്ട് ഓർപ്പിച്ചതുപോലെ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. കാണപ്പെടാത്തവനായ ആത്മാവായ ദൈവമായി ഇന്ന് അനേകരിൽ വസിക്കുന്ന, അങ്ങനെ ആത്മാവ് അനേകരെ കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് തിരുസഭ എന്ന് പറയുന്നത്. പന്തക്കുസ്താ നാളിൽ 120 പേരുടെ മേലിലേക്ക് ദൈവത്തിന്റെ സ്നേഹം തീജ്വാലയുടെ രൂപത്തിൽ വന്നിറഞ്ഞത് യേശുവിന്റെ ഹൃദയത്തിൽ, നമ്മൾ തിരുഹൃദയത്തിന്റെ ചിത്രത്തിൽ കാണുന്ന ആളി കത്തുന്ന സ്നേഹാഗ്നി ജ്വാല ദൈവത്തിന്റെ സ്നേഹമാണ്. ഭൂമിയിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് സ്നേഹമാണ്. പാപം മൂലം ദൈവവുമായുള്ള സ്നേഹം ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആദവും ഹവ്വയും പരസ്പരം വെറുപ്പും വിദ്വേഷത്തോടെ കാണുന്ന ആദം തന്റെ ഭാര്യയെ വെറുപ്പോടെയാണ് കാണുക. അങ്ങോട്ടും ഇങ്ങോട്ടും പാപം മൂലം നഷ്ടപ്പെട്ടു പോയ സ്നേഹം വീണ്ടെടുക്ക് നമുക്ക് തരാനായിട്ടാണ് നമ്മളെ നിത്യതയിലേക്ക്, തിരികെ പർദീസായിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് തിരുസഭയിലൂടെ ദൈവം ചെയ്യുന്നത്. നമ്മളത് അറിയണം. നമുക്ക് നഷ്ടപ്പെട്ടത് പർദീസയാണ്. അപ്പൊ നമ്മൾ തിരിച്ച് പർദീസായിലേക്ക് പ്രവേശിക്കുകയാണ്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്നാണ് കുരിശിൽ മരിക്കാൻ പോകുന്നതിന്റെ വലത്തുവശത്ത് കിടക്കുന്ന കള്ളൻ അവനോട് യേശു പറഞ്ഞത്. ഇന്ന് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കുമെന്നാണ്. അപ്പൊ നമ്മളുടെയൊക്കെ ജീവൻ ഈ ഭൂമിയിൽ നിന്നും പർദീസായിലേക്ക് കടന്നു പോകേണ്ടതാണ്. അത് പലരും വിശുദ്ധരും പല രീതിയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ദൈവസ്നേഹത്തിന്റെ ഒരു സാന്നിധ്യമായിട്ട്. അപ്പൊ നമ്മളുടെ ജീവിതം ഈ ഭൂമിയിലെ സ്നേഹത്താൽ തിരുസഭയിലായിരിക്കുമ്പോൾ നാം യേശുവുമായി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും പറയുന്ന, ഇന്നും ചിന്തിച്ച പ്രാർത്ഥന, നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ. അതാണ് തിരുസഭ. തിരുസഭ എന്ന് പറയുന്നതാണ് ആ 3 വാക്യങ്ങളിലുണ്ട്. പിതാവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി നമുക്ക് തിരികെ നൽകുന്ന ഒരു പ്രക്രിയയാണ് ഭൂമിയിൽ തിരുസഭ. അത് യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നുകൊണ്ട് മനുഷ്യരായ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹവും പരസ്നേഹവും നമുക്ക് തിരികെ നൽകി യേശുക്രിസ്തു കാൽവരി കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ നമ്മളെ ദൈവവുമായിട്ട് വീണ്ടും അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ഈ കുമ്പസാരം എന്ന കൂദാശ അനുരഞ്ജനത്തിന്റെ കൂദാശ എന്ന് അറിയപ്പെടുന്നത്. അത് കാരണം ദൈവവുമായും മനുഷ്യരുമായും പ്രകൃതിയുമായും നമ്മളുടെ ജീവിതമൊക്കെയായും പൂർണ്ണമായും നമ്മളെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് തിരുസഭയിലൂടെ നടക്കുന്ന എല്ലാ പ്രവൃത്തിയും. നമ്മൾ അറിയണം. പലപ്പോഴും സാത്താൻ ഇന്നും അതിനെ അങ്ങനെ അല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൗലോസ് അന്ന് കൊരിന്തോസ് സഭയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നപ്പോൾ അപ്പസ്തോലൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ന് അതാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. 1 കൊരിന്തോസ് 12-ാമത്തെ അധ്യായത്തിന്റെ വായന 12-ാമത്തെ വായനം മുതലാണ്. 12-ാമത്തെ വായന, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങൾ ഉണ്ട്, അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവമല്ല, പലതും ചേർന്നതാണ് ശരീരം. ഇപ്പൊ തിരുസഭ എന്ന് പറയുന്നത് the mystical body of Christ. അപ്പൊ യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ ആത്മീയ ശരീരമാണ് തിരുസഭ. നമ്മളതിൽ ഒന്നായിരിക്കുന്നത് നമ്മളിലേക്ക് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾ ആ ശരീരത്തോട് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്നത് പോലെ നാം അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞ ആ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മളെ ക്രിസ്തുവുമായ ശരീരത്തോടല്ലേ, ശരീരത്തിന്റെ തലയും കൈയും കാലും അവയവങ്ങളും പോലെ
ഇന്ന് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, മിസ്റ്റിക്കൽ ബോഡിയാണ് സഭ. ആ സഭയിൽ നമ്മളും മാമോദീസായിലൂടെ ഒന്നായിരിക്കുമ്പോൾ നമ്മൾ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണെന്ന് ഓർക്കുക. ശരീരം പ്രവർത്തിക്കാൻ എല്ലാ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ശരീരത്തിന് പൂർണ്ണമായും സ്വാതന്ത്ര്യത പ്രവർത്തിക്കാൻ പറ്റുക. നമ്മൾ തിരിച്ചറിയണം, ഈ സഭയുടെ കർത്താവിൻ്റെ ശരീരമാണ്, തലയാകുന്ന ക്രിസ്തു അല്ലേ. അതിൻ്റെ ബാക്കി തലച്ചോറിലൂടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അറിവും ആഴവും വീതിയും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത, ഈ ലോകത്തൊരു കമ്പ്യൂട്ടറിനും അളക്കാൻ പറ്റാത്ത ആ സ്നേഹവും കൃപയൊക്കെ നമ്മിലേക്ക് നാം അവനോട് ഒന്നായിരിക്കണം. ശരീരത്തിലെ ആ നാടിഞ്ഞരമ്പുകളും രക്തക്കുഴലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലച്ചോറിലേക്ക്, ഹൃദയത്തിൽ നിന്നും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആ ശരീരത്തിന് ജീവനുണ്ടായിരിക്കുന്നത്. വീണ്ടും പറയാണ് 1 കൊരിന്ത്യർ 12:27 മുതൽ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാരെയും, രണ്ടാമത് പ്രവാചകന്മാരെയും, മൂന്നാമത് പ്രബോധകരെയും, തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പസ്തോലരും, എല്ലാവരും പ്രവാചകരും, എല്ലാവരും പ്രബോധകരും, എല്ലാവരും അത്ഭുത പ്രവർത്തകരും, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ട്, എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ട്, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഇന്നത്തെ വായനയാണ്. പക്ഷെ താഴോട്ട് വായിക്കും ഉത്തമ മാർഗം എന്താന്ന് പറയുന്നത്. അവിടെ പറയാണ് സ്നേഹം സർവോത്കൃഷ്ടം. അവിടെയാണ് എന്തെല്ലാം ഈ പറയുന്ന എല്ലാ വരദാനങ്ങളുണ്ടെങ്കിലും അല്ലെ, എനിക്ക് ഭാഷാവരമുണ്ട്, ദർശനവരമുണ്ട്, പ്രവചനവരമുണ്ട്, രോഗശാന്തി വരമുണ്ട്, അത്ഭുതങ്ങൾ പറഞ്ഞ വരമുണ്ട്. പക്ഷെ എന്നിൽ സ്നേഹമില്ലെങ്കിൽ, അല്ലെ ഈ ദൈവത്തിന്റെ സ്നേഹം, അഗാപ്പെ, സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, സ്വയം ബലിയായിത്തീർന്ന യേശുവിൽ കണ്ട ആ സ്നേഹം, നാം പാപികളായിരിക്കെ അവിടെ നമ്മെ സ്നേഹിച്ച ആ സ്നേഹം, അത് നമ്മിൽ നിറയുമ്പോഴാണ് നാം ഒരു ശരീരത്തിലെ രക്തഓട്ടം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ബ്ലഡ് സർക്കുലേഷൻ. ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ഒരു അവയവം ചത്തുപോകും അല്ലേ. നമ്മുടെ കയ്യിൽ ശരിക്കും ഒരു റബ്ബർ ബാൻഡ് എന്നിട്ട് വലിച്ചു മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ കുറേ നേരം കഴിയാണ് നമ്മുടെ കൈയുടെ ബാക്കി രക്തഓട്ടം ഇല്ലെങ്കിൽ അത് ചത്തുപോകും, പാരലൈസ് ആയി പോകും. ഇതുപോലെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രവാഹമാണ്. നമുക്ക് ശരീരത്തിലെ രക്തഓട്ടമാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രവാഹം ഈ സഭയിലൂടെ നിരന്തരം പ്രവഹിക്കുമ്പോഴാണ് നമുക്ക് ജീവനുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല. അതിന്റെ വെളിപ്പെടുത്തലാണ്. ജീവന്റെ സ്നേഹത്തിന്റെ ജീവനുള്ളതുകൊണ്ടല്ലേ അനങ്ങുന്നത്. കൈക്ക് ജീവനില്ലെങ്കിൽ കൈ തളർന്നുപോയി എന്ന് പറയും. അപ്പൊ നമ്മളിൽ സ്നേഹമില്ലെങ്കിൽ നമ്മൾ തളർന്നുപോയി, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പം ക്രിസ്തുവുമായി നമ്മൾ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കണം. ആത്മാവില് നമ്മുടെ ആത്മാവ് അല്ലെ, നമ്മുടെ ആത്മാവ് അവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് അവന്റെ ആത്മീയ ശക്തി നമ്മളിൽ വ്യാപരിക്കുകയാണ്. ഓർക്കുക, നമ്മളിലെ സ്നേഹം രക്തഓട്ടം ഉള്ളതുപോലെ, ശരീരത്തിന്റെ രക്തഓട്ടം പോലെ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സഭയുടെ ശരീരത്തിന്റെ ജീവൻ സ്നേഹമാണ്, വേറൊന്നുമല്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് 1 കൊരിന്ത്യർ 13 വായിച്ചാൽ നമുക്കറിയാം. അവിടെ പറയുന്നതാണ്, എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും എനിക്ക് പ്രവചനവരങ്ങൾ ഉണ്ടായിരിക്കുകയും. 13 തുടങ്ങുന്ന ഇങ്ങനെയാണ്, ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചെലമ്പുന്ന കൈത്താളവുമാണ്. എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. നമ്മൾ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. എന്താണ് ഈ യഥാർത്ഥ സ്നേഹം? അതാണ് ഞാൻ പറഞ്ഞത്, ദൈവസ്നേഹമാണ്. അതായത് വിശുദ്ധിയിലും നന്മയിലും ദൈവവചനത്തിലും ജീവിക്കുവാനുള്ള ദൈവവുമായുള്ള ഒരു തീരുമാനം. ജീവൻ പോയാലും ഞാൻ ദൈവവചനത്തിൽ നിന്ന് അണുവിടം മാറുകയില്ല എന്നുള്ള ഒരു തീരുമാനം, അത് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തണം. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ, എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അത് ദൈവവുമായുള്ള സ്നേഹത്തിന്റെ
അത് ഒന്നാമത്തെ പ്രമാണം. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. അപ്പോൾ ആ സ്നേഹം, അതായത് ദൈവവചനത്തിനപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ജെറമ്യ പറയുന്നുണ്ട്, ഗുണമോ ദോഷമോ ആയിട്ട് ദൈവവചനം ഞാൻ പാലിക്കും. ജോഷ്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ, നിങ്ങളെ സ്വതന്ത്രമാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ. ജോഷ്യ 24 ജോഷ്യ മരിക്കുന്നു പറഞ്ഞാണ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും. ഒന്നാമത്തെ കാര്യം കർത്താവിന് വേണ്ടി. ബാക്കി കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും അവിടെയൊന്നും ഞാൻ കൂടത്തില്ല. കർത്താവിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൂടെ ഞാൻ കൂടില്ല. ഇത് ജോഷുവയുടെ തീരുമാനമാണ്, ഇത് വിശുദ്ധരുടെ തീരുമാനമാണ്. അനേകം രക്തസാക്ഷികളായ മാറിയതുകൊണ്ടാണ് നമ്മൾ. അതുകൊണ്ട് അപ്പൊ കർത്താവ് നമുക്ക് വില നൽകുന്നത്, ഞാൻ പറയാം, ഒന്നാമത്തെ കൽപ്പന എന്ന് പറഞ്ഞതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കാൻ. ഇത് വലിയൊരു മേഖലയാണ്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒന്നാമത് ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തിലായിരിക്കണം. ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ച പോലെ, തോമാസ്ലീഹ പറഞ്ഞ പോലെ, വരുവിൻ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറയുന്ന, അതായത് യേശുവിനോടുള്ള സ്നേഹത്തിൽ മരിക്കാൻ തയ്യാറ് അനേക വിശുദ്ധരും രക്തസാക്ഷികളൊക്കെ സഭയിലുണ്ട്. അപ്പൊ ഇന്ന് ഈ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരം, അത് നമ്മുടെ വ്യത്യസ്ത അവയവങ്ങളാണ്. പക്ഷേ നമ്മളിലൂടെ ഈ സ്നേഹത്തിന്റെ പ്രവാഹം ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് സഭയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായ കുടുംബത്തില് ഒക്കെ സ്നേഹമില്ലാത്തതുകൊണ്ട്, വേറൊന്നുമല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. അല്ല, എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കെ സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായി. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. എന്ന് പറയുമ്പോൾ അഗാപ്പേ സ്നേഹം, സ്വയം ഇല്ലാതായിത്തീരുന്ന സ്നേഹം. എന്ന് പറയുമ്പോൾ ചുമ്മാതെ ലോകത്തിൽ എന്തെല്ലാം സ്നേഹമുണ്ടല്ലേ. രണ്ട് കാമുകനും കാമുകയും കൂടെ പറയുന്ന സ്നേഹമുണ്ട്. അത് വേറെ എന്തിലൊക്കെ അടിസ്ഥാനപ്പെടുന്ന സ്നേഹമാണ്. എന്നാൽ യേശുവും സഭയും തമ്മിലുള്ള ഒരു സ്നേഹം അതേക്കുറിച്ച് പറയാറുണ്ട്. കാരണം ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്നേഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, നിനക്ക് വേണ്ടി ഞാൻ ജീവൻ തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരാൻ, ഞങ്ങൾക്ക് വേണ്ടി മരിക്കുമെന്നാണ് ഈശോ നമ്മോട്, മനുഷ്യവർഗത്തോട്, തിരുസഭയോട് പറഞ്ഞത്. അപ്പൊ അവന്റെ സ്നേഹം അതറിയാൽ, അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി പറയുക മാത്രമല്ല, മരിച്ചവൻ. നമ്മുടെ പാപങ്ങൾ, ആ ഒരു അറിവിൽ നാം അവനെ സ്നേഹിക്കണം. അത് കഴിഞ്ഞ് മതി. അല്ലെ, പത്രോസിനോട് ഈശോ ആ തിബേരിയസ് കടൽത്തീരത്ത് കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചൊരു ചോദ്യം അതായിരുന്നു. അല്ലെ, പത്രോസിന് വലിയ കൂട്ടായിരുന്നല്ലേ, യേശുവിനെയൊക്കെ അതൊന്നും പറഞ്ഞ് അവനൊക്കെ മരിച്ചു ഉയർന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞ കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ പഴയ തൊഴിൽ മീൻ പിടിക്കാൻ പോയില്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് പത്രോസ് അന്നേരം കൂടെ ഉണ്ടാകുന്ന 7 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് മീൻ പിടിക്കാൻ പോയി. കർത്താവിൻ്റെ ഉത്ഥാന ശേഷം നമുക്കറിയാം, ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നമ്മൾ യോഹന്നാനിൽ വായിക്കുന്നുണ്ട് 21-ാമത്തെ അധ്യായത്തിൽ. ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവ് വന്നിട്ട് കരുണ കാണിക്കുന്നുണ്ട്. അവരോട് കരുണയാണ്. അതെ, നിങ്ങൾ മീൻ വല്ലതും കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. എന്നാൽ ഞങ്ങൾ വള്ളത്തിൻ്റെ വലത്തുവശത്ത് മീൻ വലയെറിയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും അറിയുന്നവനാണ് ഈശോ. സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നവനാണ്. ആ മീൻപിടുത്തം കണ്ടപ്പോൾ, വലിയൊരു മീൻപിടുത്തം കിട്ടിയവർക്ക് 151 വലിയ മത്സ്യങ്ങൾ ആ വലയിൽ കുടുങ്ങി. അത് കണ്ടപ്പോൾ യോഹന്നാൻ കടൽ തീരത്തിരിക്കുന്ന അങ്ങ് ദൂരെയാണ്, കാണത്തില്ല. ഞാൻ പറഞ്ഞു, ഉത്ഥാനം ചെയ്ത കർത്താവിനെ കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വേറൊരു രൂപത്തിലായിരുന്നു, മനുഷ്യരൂപമാണെങ്കിൽ പോലും. അപ്പൊ അവിടെ യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എല്ലാം ഇട്ടിട്ട് വെള്ളത്തിലേക്ക് എടുത്തിയാടി ഓടുന്നതാണ്, നീന്തുകയാണ് വെള്ളത്തിലൂടെ. അവൻ്റെ അടുത്ത് വന്നപ്പോൾ പത്രോസിനോട് ഈശോ ചോദിക്കുന്ന പ്രധാനപ്പെട്ട, നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവരെക്കാൾ ഈ ലോകത്തിൽ നിങ്ങൾ പലതിനെയും സ്നേഹിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ അവരെക്കാൾ കൂടുതലായി, നിങ്ങൾ ഇവരെക്കാൾ കൂടുതലായി, അല്ലെ ഇതിനേക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം നിരന്തരം ഇന്നും ഇന്നലെയും നാളെയും ഈശോ നമ്മളോട് ചോദിക്കും. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? നമ്മളോ സ്നേഹിക്കുന്ന കർത്താവേ. പത്രോസ് അതുപോലെ പറഞ്ഞു ആദ്യം, ഉപകർത്താവേ. പക്ഷെ 1 2 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ്റെ ഉള്ളത്തിലേക്ക് അത് എന്താ ഇപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം എനിക്കെന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഇന്ന് ലോകത്തിൽ സ്നേഹിക്കുന്നത് മറ്റുള്ള മനുഷ്യരെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രശസ്തി ആയിരിക്കാം, മറ്റു പലതുമായിരിക്കാം ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ആഗ്രഹിക്കുന്നതല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയാണ്, പത്രോസ് പൊട്ടിക്കരഞ്ഞവിടെ,
നീ എല്ലാം അറിയുന്നു, ഞാൻ ആരാണെന്ന് നീ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിലേക്ക് തന്നെ ജീവിതം അടിയറ വയ്ക്കുകയാണ്. പക്ഷെ കർത്താവ് ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. കൈക്കൊണ്ട് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ള സഭയുടെ മാർപ്പാപ്പായിട്ട് ഉള്ള ആദ്യത്തെ മത്തായി 16 പറഞ്ഞ ആ വചനം, നീ പാറയാണ്, ഈ പാറമേലെൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകത്തിൻ്റെ കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നുവെന്ന് ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസിനോട് പറഞ്ഞ വാഗ്ദാനം ഉണ്ടല്ലോ, അതെടുത്തു മാറ്റിയില്ല. അത് ഉറപ്പിക്കുകയായിരുന്നു അവൻ്റെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട്. ഞാൻ ഇന്ന് ഇടയ്ക്കൊക്കെ ഓർപ്പിച്ചല്ലോ, കഴിഞ്ഞ ദിവസമൊക്കെ ഈ മാർപ്പാപ്പാമാർ പല കാലഘട്ടങ്ങളിലും ദൈവത്തിൽ നിന്ന് അകന്ന് സാത്താൻ്റെ വഞ്ചന പോലെ അകന്നു പോയിട്ടുണ്ട്. പല സംഭവം നമുക്കറിയാം. 13, 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ അങ്ങനെ പലതും സംഭവിച്ചു. പക്ഷെ അവിടെയൊക്കെയും ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് പത്രോസിനോട്. ലൂക്ക 22 ഈശോ പത്രോസിനോട് പറഞ്ഞു, ഇതാ യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റി എന്ന് പറഞ്ഞാൽ ഗോതമ്പിൽ നിന്ന് കച്ചിയിൽ നിന്ന് ഗോതമ്പ് മണി വേർതിരിക്കാൻ വേണ്ടി നിലത്തിട്ട് അടിക്കുന്നത് പോലെ നിന്റെ വിശ്വാസം, നിന്നെ ദൈവസ്നേഹം നിന്നെ എടുത്തു മാറ്റാൻ വേണ്ടി സാത്താൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇത് പത്രോസിനോട് കൊടുത്തൊരു വാഗ്ദാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ നിലനിൽക്കുന്നെങ്കിൽ, ഇന്നും കത്തോലിക്ക സഭ നിലനിൽക്കുന്നെങ്കിൽ, അനേക മാർപ്പാപ്പമാരും വൈദികരും ഒക്കെ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ഞാൻ പറയും, തെറ്റിപ്പോയവരുടെ കൂടെ പോയതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അനേകർ തെറ്റിപ്പോയപ്പോൾ ആ കൂടെ പോയി. അവിടെ പോകാതെ നിന്ന ആ മേഖല, ഞാൻ ആരെയും വിധിക്കുകയല്ല. കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ ഇന്നും പത്രോസിനോട് പറഞ്ഞ വാഗ്ദാനത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന, അത് നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരികെ വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. തിരുസഭ ഇന്നും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയെ നയിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ പത്രോസിനോടുള്ള വാഗ്ദാനമോ പ്രാർത്ഥനയുമാണ് ഇന്നും സഭയെ നിലനിർത്തുന്നത്. നമുക്ക് സമർപ്പിക്കാൻ പറയുള്ളൂ. നമ്മുടെ ഉള്ളിൽ സ്നേഹമായിരിക്കട്ടെ. നമുക്ക് ശരീരത്തിലെ രക്തയോട്ടം പോലെ നമ്മുടെ ഉള്ളിൽ സാത്താൻ എടുത്തു മാറ്റാൻ ശ്രമിക്കുന്ന സ്നേഹമുണ്ടല്ലോ, ദൈവസ്നേഹവും പരസ്നേഹവും. 10 കൽപ്പനകളിൽ ഏറ്റവും ഈ പ്രധാനപ്പെട്ട, അതിനെപ്പോഴും ഉറപ്പിക്കുക, ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഉറപ്പിക്കുന്നതാണ്. ബാക്കി 7 കൽപ്പനകൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലിനെ കുറിച്ചുള്ളതാണ്. നമുക്ക് അത് ഉറപ്പിക്കാം, നല്ല ബോധ്യം. നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ രക്തഓട്ടം ഉറപ്പാക്കിയില്ലേ നമ്മൾ? അല്ലേ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ രക്തഓട്ടം കുറവാണെന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയത്തില്ല അല്ലേ? ശരീരത്തിൽ പ്രായമായി കഴിയുമ്പോൾ രക്തഓട്ടം കുറഞ്ഞെന്ന് പറഞ്ഞ പോലെ നമുക്ക് സ്നേഹം കുറഞ്ഞിട്ടുണ്ട് ദൈവത്തോടും മറ്റുള്ളവരോടും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് നിർജീവമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെയാണ്. റോമർ 5:5 പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ ആമസോണിന്റെ കാര്യം. ആമസോണിൽ നിന്ന് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ 2 മാസം കഴിഞ്ഞാൽ കിട്ടിയത്. അങ്ങനെ 2 മാസം കഴിഞ്ഞാണ് ഓർഡർ വന്നത്. പക്ഷേ അത് ആമസോണിന്റെ ഓർഡർ നമുക്ക് കൊണ്ടെത്തുന്നത് ഒന്നെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആയിരിക്കും, അല്ലെ UPS ആയിരിക്കും, അല്ലെ ഫെഡെക്സ് ആയിരിക്കും. അമേരിക്കയിലെ ഡെലിവറി കമ്പനികളാണ്. ചിലപ്പോൾ ആമസോണും കൊണ്ടുവരുന്നുണ്ട്, അവരുടെയും ഡെലിവറി ഉണ്ട്. ഞാനീ പറഞ്ഞത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞാണ് ഡെലിവറി നടക്കുന്നത്. 2000 വർഷം മുമ്പ് യേശു കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ സൗഖ്യവും സ്വർഗവും നിത്യതയും എല്ലാം പിതാവിനോട് സ്വർഗത്തിൽ നിന്ന് ഓർഡർ ചെയ്ത് യേശു. നമ്മൾ വിശ്വസിക്കണം. That order has already placed. ഇനി അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എപ്പോഴാ? നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ വന്ന പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ ഡെലിവറി ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ നമുക്കറിയാം, ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സൗഖ്യമാകാം, അനുഗ്രഹമാകാം, നമ്മൾ ചോദിക്കുന്ന എന്തുമാകാം. ദൈവത്തിന്റെ സ്നേഹം, റോമർ 5:5, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഡെലിവറി കൊണ്ടുതന്നത്, നമുക്ക് ഡെലിവറി ചെയ്തത് പരിശുദ്ധാത്മാവാണ് നമുക്ക് യേശുവിലൂടെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് നാളിൽ മുതൽ പരിശുദ്ധാത്മാവാണ് തിരുസഭയെ നയിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ എഫേസ്യസ് 4:30 പറയുന്നുണ്ടല്ലോ, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കരുതേ. ഈശോ പറഞ്ഞു, മത്തായി 12 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ ദൂഷണങ്ങളും ദൈവം ക്ഷമിക്കും.
12:31. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. കാരണം ഇത് അറ്റ കൈയാണ്, പരിശുദ്ധാത്മാവാണ്. ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് ദൈവ സ്നേഹമാണ്. അത് പരസ്നേഹമായി നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായി നായിനിലെ വിധവയുടെ മകനെ ലൂക്ക 7-ാമത്തെ അധ്യായത്തിൽ 11 തൊട്ട് നമുക്കറിയാം സംഭവം. മരിച്ച ഒരു മകനുമായി കരഞ്ഞ് ബലിവെച്ച് ഒറ്റയ്ക്കായ ഭർത്താവ് മരിച്ചുപോയ മകൻ, ആകെ ഒറ്റ മകനുള്ള ആ മകനെ ശവമഞ്ചവുമായിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഓർത്ത് നോക്കി. ചിലർ കൊണ്ടുവരുന്നുണ്ട്, ഒരു വിധവയുടെ ഏകപുത്രനായ അവൻ പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടം അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു. ഇന്നും മനസ്സലിയുന്ന കർത്താവാണ്. നമ്മളിത് ഹൃദയം തുറന്നാൽ മതി, നമ്മളെ ഉള്ളിലേക്ക് ആ സ്നേഹപ്രവാഹം ഈശോയുടെ ഹൃദയത്തിൽ കത്തിയൊലിക്കുന്ന, അല്ലെങ്കിൽ ദിവ്യകാരുണ്യമായി ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്കൊന്ന് ഒഴുകി വരട്ടെ, നിറയട്ടെ. നമുക്ക് ഈ രക്തം ഹോസ്പിറ്റലൊക്കെ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ വിളിച്ചു ചോദിക്കുക, രക്തമുണ്ടോ, ഇന്ന ഗ്രൂപ്പ് രക്തമുണ്ടോ എന്ന് ചോദിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഈശോയുടെ സ്നേഹമാകുന്ന രക്തപ്രവാഹം പോലെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവസ്നേഹം വന്ന് നിറയട്ടെ, പരസ്നേഹം നിറയട്ടെ. നമ്മൾ ജീവൻ പ്രാപിക്കും, നമ്മൾ സൗഖ്യം പ്രാപിക്കും. ദിവ്യകാരുണ്യമായി ദൈവസ്നേഹത്തിന്റെ കൃപയുടെ അടയാളമായി ഭൂമിയിൽ നിന്ന് കൂദാശിയായി ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധ പരമാം ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക്, ഒരു വ്യക്തി തന്നെയായ ആത്മീയ വ്യക്തിയായ ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.